Hello everyone, welcome to Kids Area Online. രണ്ടാം ക്ലാസ്സിൽ നിന്ന് മാത്സ് എക്സാം ആയിരുന്നു, ആനുവൽ എക്സാം ആയിരുന്നു. LP UP ഇൻഡിപെൻഡന്റ് സ്കൂളുകാർക്ക് ഇനിയാണ് എക്സാം വരിക. 1 മുതൽ 10 വരെയുള്ള സ്കൂളുകൾ, അങ്ങനെയുള്ള കുട്ടികളുള്ള സ്കൂളിലാണ് ഇപ്പോൾ എക്സാം നടക്കുന്നത്. ഹൈസ്കൂളിലുള്ള സ്കൂളുകളിൽ എക്സാം സ്റ്റാർട്ട് ചെയ്തു. എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, ഇവിടെ കുറച്ച് ബൈസൈക്കിൾസ് കാണുന്നുണ്ടോ? അതിന്റെ വീൽസ് കൗണ്ട് ചെയ്യാനാണ്. How many wheels? Appu and his friends saw some bicycles on the ground. അപ്പുവും അപ്പുവിന്റെ കൂട്ടുകാരും കുറച്ച് ഗ്രൗണ്ടിൽ കുറച്ച് ബൈസൈക്കിൾസ് കണ്ടു. How many bicycles are there? ഇവിടെ എത്ര ബൈസൈക്കിൾസ് ആണ് ഉള്ളത്? അതാണ് ഒന്നാമത്തെ ചോദ്യം. എത്ര ബൈസൈക്കിൾസ് ഉണ്ട്? 7 ഉണ്ട്. What is the total number of wheels of the bicycles? ഇപ്പോൾ 7 സൈക്കിൾസ് ഉണ്ട്. എത്ര വീൽ വീതം ഉണ്ട് ഓരോ സൈക്കിളിന്? 2 വീൽസ് വീതം ഉണ്ട്. അപ്പോൾ ആൻസർ എന്താ? 14. എത്ര വീൽസ് ഉണ്ട്? 14. 3 more bicycles came to the ground. Then how many wheels are there in total? എത്ര ബൈസൈക്കിൾസ് ഇവിടെ വന്നു? 3. അപ്പോൾ 7 plus 3 എത്രയാ? 10. ഇപ്പോൾ എത്ര വീൽസ് ഉണ്ട്? 10 into 2. 10 into 2 എത്രയാ? 20 wheels. ഓക്കെ, ഇതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ആക്ടിവിറ്റി, ലെറ്റ്സ് ഗോ ഫോർ ഷോപ്പിംഗ്. അനു ആൻഡ് സോമനു വെന്റ് ടു ദ ഷോപ്പ്. ദേ ചെക്ക് ദ പ്രൈസ് ലിസ്റ്റ്. ഷോപ്പിൽ പോയി അവിടുത്തെ സാധനങ്ങളുടെ വില നോക്കാം. നോട്ട്ബുക്ക് 30 rupees, പെൻസിൽ 10 rupees, കളറിംഗ് ബുക്ക് 40 rupees, പെൻസിൽ ബോക്സ് 35 rupees, വാട്ടർ ബോട്ടിൽ 70 rupees, വാട്ടർ കളർ 60 rupees. അതുമായി ബന്ധപ്പെട്ട് 5 ചോദ്യങ്ങളുണ്ട്. 4 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. നോക്കാം നമുക്ക്. How much money is needed to buy a pencil box and a water bottle? പെൻസിൽ ബോക്സും വാട്ടർ ബോട്ടിലും കൂടി വാങ്ങാൻ എത്ര രൂപയാകും? പെൻസിൽ ബോക്സിന് എന്താ വില? 35. പെൻസിൽ ബോക്സിന്റെ വില 35. ഓക്കെ, വേറെ എന്താ വാങ്ങാനുള്ളത്? വാട്ടർ ബോട്ടിൽ. വാട്ടർ ബോട്ടിലിന്റെ വില എന്താ? 70. ഓക്കെ, അപ്പോൾ ആകെ എത്ര രൂപയാകും എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 105 rupees ആണ് ആൻസർ ആയിട്ട് കിട്ടുക. 105 rupees ആണ് ആൻസർ ആയിട്ട് കിട്ടുക. How much more does a pencil box cost than a pencil? How much more does a pencil box? പെൻസിലിന്റെ വില എത്രയാ? 10 ആണ്. പെൻസിൽ ബോക്സിന്റെ വില എത്രയാ? 35 rupees ആണ്. അപ്പോൾ പെൻസിലിനെക്കാളും എത്രയാണ് കൂടുതൽ? എത്രയാ കൂടുതൽ? പെൻസിൽ ബോക്സിന്റെ വില 35 ആണ്. പെൻസിലിന്റെ വില 10 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര രൂപയാണ് പെൻസിലിനെക്കാളും കൂടുതൽ എന്ന് കിട്ടും. 25 rupees ആണ് ഉത്തരം. അനു bought 5 pencil. How much should she pay? അനു 5 പെൻസിൽ വാങ്ങി. ഓക്കെ, അപ്പോൾ ഒരു പെൻസിലിന് 10 രൂപ. അങ്ങനെ എത്ര പെൻസിൽ? 5 പെൻസിൽ വാങ്ങി. ഒരു പെൻസിലിന് 10 രൂപ. അപ്പോൾ എത്ര രൂപയായി? 50 rupees. എത്ര രൂപയാണ് ആയത്? 50 rupees. Sonu bought 2 items spending 100 rupees. Which all may be the items? 100 രൂപ മുടക്കി എന്ത് ചെയ്തു? 2 ഐറ്റം വാങ്ങി. ഏതൊക്കെയാണ്? ഒന്ന് നോട്ട്ബുക്ക് ആണ് വാങ്ങിയത്. നോട്ട്ബുക്ക് എത്ര രൂപയാണ്? 30 rupees ആണ്. നോട്ട്ബുക്ക് 30 rupees ആണ്. ഓക്കെ, അടുത്ത് വാങ്ങിയത് എന്തായിരിക്കും? അത് കഴിഞ്ഞ് അടുത്ത് വാട്ടർ ബോട്ടിൽ വാങ്ങി. വാട്ടർ ബോട്ടിൽ എത്ര രൂപയാണ്? 70 rupees. വാട്ടർ ബോട്ടിൽ 70 rupees. അപ്പോൾ എത്രയായി? 100 ആയി. ഓക്കെ, മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. ടൈം. റൈറ്റ് ദ ടൈം ഓൺ ദ ക്ലോക്ക്. ക്ലോക്കിൽ ടൈം എഴുതാനാണ് പറയുന്നത്. ഇവിടെ എത്രയാ? 8 o'clock. ഇവിടെ വരുന്നത് 8 o'clock ആണ്. ഇവിടെ എത്രയാ വരിക? രണ്ടാമത്തേന് എത്രയാ വരിക? രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കിയേ. ചെറിയ സൂചി 10ല്, വലിയ സൂചി 12ല്. അപ്പോൾ എന്താ വരിക? 10 o'clock. 10 o'clock.
മാർക്ക് ദ ടൈം ഓൺ ദ ക്ലോക്ക്. ക്ലോക്കിൽ ടൈം മാർക്ക് ചെയ്യുക. 1 o'clock ആണ്. അപ്പൊ 1 o'clock ആകുമ്പോൾ എന്താ വരിക? ചെറിയ സൂചി 1ലും 1ന് നേരെ വരും കേട്ടോ. ഇത് വലിയ സൂചി, നീളം കൂടിയ സൂചി 12ലും വരും. ഓക്കെ, ഇത് 1ന് നേരെയും ഇത് 12ന് നേരെയാണ് വരിക. 1ന് നേരെ വരും. വലിയ സൂചി, നീളമുള്ള സൂചി 12ന് നേരെ വരും. 1 o'clock. 4 o'clock. 4 o'clock എന്ന് പറയുമ്പോൾ ചെറിയ സൂചി 4ന് നേരെ വരും. വലിയ സൂചി 12ന് നേരെ വരും. ഓക്കെ, 4 o'clock. Anu went to Sonu's house to play at 9 in the morning on Sunday. She took 2 hours to return home. At what time did Anu reach home? 9 o'clock-നാണ് പോയത്. എത്ര മണിക്കൂർ കളിച്ചു? 2 hours അവിടെ കളിച്ചു. ഓക്കെ, അപ്പോൾ എത്ര ടോട്ടൽ വരിക? ആൻസർ എന്താ? ആൻസർ 11 o'clock ആണ് ആൻസർ കേട്ടോ. ആൻസർ 11 o'clock. അടുത്തത് നോക്കാം. 4ാമത്തെ ആക്ടിവിറ്റി നോക്കാം. 4ാമത് ചോദിച്ചിരുന്നത് ലെറ്റ്സ് ഫൈൻഡ് ദ നമ്പേഴ്സ്. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ ദ കോളം. മിസ്സിംഗ് നമ്പേഴ്സ് എഴുതുക എന്നുള്ളതാണ്. വളരെ എളുപ്പമാണ്. 181, 182, 183, 184, 185, 186, 187, 188, 189, 190, 191, 192, 193, 194, 195, 196, 197, 198, 199, 200. Okay, the number between 196 and 198, 196നും 198നും ഇടയിലുള്ള നമ്പർ ഏതാണ്? 197. The number just before 181, 181ന് ബിഫോർ അതിന് മുമ്പുള്ളത് ഏതാണ്? 180. 181ന് പുറകിൽ എന്തായിരിക്കും? 180. From the given numbers, write the numbers from the largest to the smallest. ഈ നൽകിയിരിക്കുന്ന നമ്പറിൽ നിന്ന് ലാർജസ്റ്റ് നിന്ന് സ്മോളസ്റ്റ് എഴുതുക. അപ്പൊ ഏറ്റവും വലിയ നമ്പർ ആദ്യം എഴുതാം. 199. അടുത്ത് 193. ഇനി ലാർജസ്റ്റ് 190. നെക്സ്റ്റ് 187. നെക്സ്റ്റ് 185. Then 182. ഓക്കെ, ഇതായിരുന്നു 4ാമത്തെ ആക്ടിവിറ്റി. 5ാമത്തെ ആക്ടിവിറ്റി, ഇൻ ഹൗ മെനി വേസ് ക്യാൻ വി റൈറ്റ് ദിസ്? ഇത് നമുക്ക് എങ്ങനെയെല്ലാം എഴുതാം എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. 75 ones എഴുതാം, 7 tens, 5 ones എന്ന് എഴുതാം. നിങ്ങളെല്ലാവരും എഴുതിയല്ലോ? ഇത് എഴുതിയില്ലേ? ഇത് വളരെ എളുപ്പം. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഇതിന്റെ ആൻസർ എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ 2ാം ക്ലാസ്സിലെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ ചിൽഡ്രൻ, ഇനി ഇൻഡിപെൻഡൻസ് സ്കൂളിൽ എക്സാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.